ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കെട്ടിടത്തിന് തീപിടിച്ചു. നഗരത്തിൽ പ്രവർത്തിക്കുന്ന KR ബിൽഡിംഗ് എന്ന കെട്ടിടത്തിനാണ് തീപിടിച്ചത്. പുലർച്ചെയായിരുന്നു അപകടം. ആൽവിൻ തോമസിന്റെ വിശദാംശങ്ങളുമായി. ആൽവിൻ, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? ആർക്കെങ്കിലും പരുക്കുണ്ടോ? തീ നിയന്ത്രണ വിധേയമായോ? പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ വലിയ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇടുക്കി വണ്ടിപ്പെരിയാർ ടൗണിലെ ഒരു പഴക്കം ചെന്ന കെട്ടിടമാണിത്. പശുമല കവലയിലാണ് ഈ കെട്ടിടമുള്ളത്. KR ബിൽഡിംഗ് എന്നാണ് ഈ കെട്ടിടത്തിന്റെ പേരുള്ളത്. ഈ KR ബിൽഡിംഗിൽ ഏതാണ്ട് 5ഓളം കടകൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ കടകൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഒരു കമ്പ്യൂട്ടർ സെന്ററും ഡ്രൈവിംഗ് സ്കൂളും അടക്കമാണ് കത്തി നശിച്ചിട്ടുള്ളത്. 5 കടകളാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന 5 കടകളും, അതായത് അരുൾ എന്റർപ്രൈസ് എന്ന കടയിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ഫയർഫോഴ്സ് നൽകിയ വിവരം. അത് ഷോർട്ട് സർക്യൂട്ട് ആണ് പ്രാഥമിക നിഗമനം എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഏതായാലും പൂർണ്ണമായും ഈ 5 കടകളും കത്തി നശിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഇവിടെ പ്രവർത്തിച്ചിരുന്നതിൽ കമ്പ്യൂട്ടർ സെന്ററും ഡ്രൈവിംഗ് സ്കൂളും അടക്കം പ്രവർത്തിച്ചിരുന്നു. ഏതാണ്ട് 5 കടകളാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. ഇത് പശുമല കവലയിലാണ് ഈ കെട്ടിടം. KR ബിൽഡിംഗ് എന്നാണ് ഈ കെട്ടിടത്തിന്റെ പേര്. പഴകിയ കെട്ടിടമാണ്. ഈ പഴക്കം ചെന്ന കെട്ടിടമായതുകൊണ്ട് തന്നെ ഇതിന്റെ മുഴുവൻ തടി കൊണ്ട് നിർമ്മിതമായ ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വലിയ തോതിൽ തീപിടിക്കുക ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടിൽ നിന്നാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം എന്നുള്ളതാണ് ഫയർഫോഴ്സ് നൽകുന്നത്. ഇത് പിന്നീട് ഈ അരുൾ എന്റർപ്രൈസ് എന്ന ഈ കടയിൽ നിന്നും പൂർണ്ണമായി മറ്റു കടകളിലേക്ക് തീ പടരുകയായിരുന്നു. ഫയർഫോഴ്സ് കാഞ്ഞിരപ്പള്ളി, പീരുമേട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഈ കെട്ടിടങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. ഈ പ്രദേശത്തെ നാട്ടുകാരാണ് ഈ സംഭവം ആദ്യം കാണുന്നത്. അതേ തുടർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് തീ വ്യാപിക്കാതെ രക്ഷയായത്. ഈ 3 ഇടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. പീരുമേട്, കാഞ്ഞിരപ്പള്ളി, കട്ടപ്പന 3 ഇടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഈ വലിയ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളുണ്ട്, പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് ഈ തീപിടുത്തം ഉണ്ടാകാതെ നിയന്ത്രണ വിധേയമാക്കാൻ ഈ 3 സ്ഥലങ്ങളിൽ നിന്നുള്ള വലിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയ ശേഷമാണ് ഇത് നിയന്ത്രണ വിധേയമായത്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇത് പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ളത് തന്നെയാണ് ഫയർഫോഴ്സ് നമുക്ക് നൽകുന്ന വിവരം. അരുൾ എന്റർപ്രൈസസ് എന്ന സ്ഥലത്ത് നിന്നാണ്, ഈ കടയിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അവിടെ ഫർണിച്ചർ ഷോപ്പാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തടി കൊണ്ട് നിർമ്മിതമായ സാധനങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് സർക്യൂട്ടിൽ നടന്ന കെട്ടിടത്തിൽ ആദ്യം തീപിടുത്തം ഉണ്ടാകുന്ന ഈ തടികളിലേക്കാണ്. പിന്നീട് അത് വ്യാപിക്കുകയായിരുന്നു. ഈ പഴയ കെട്ടിടമായതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മിതി മുഴുവനും തടി കൊണ്ടാണ്. അതുകൊണ്ട് ഈ മുഴുവനായി തീ വലിയ തോതിൽ പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ പശുമല കവലയിലെ KR ബിൽഡിംഗ് എന്ന പ്രവർത്തിച്ചിരുന്ന 5 കടകളും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നാശനഷ്ടം എന്ന നിലയിലാണ് ഇപ്പോൾ കണക്ക് കൂട്ടിയുള്ളത്. അത് വിലയിരുത്തി വരുന്നതേ ഉള്ളൂ. ആളുകൾ അവിടെ, ഉടമസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇടുക്കി വണ്ടിപ്പെരിയാറിലാണ് ഇത്തരത്തിൽ 5 കടകളടക്കം കത്തി നശിച്ചു പോകുന്ന തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായത്. എന്തായാലും ഫയർഫോഴ്സ് ചെലുത്തി തീ നിയന്ത്രണ വിധേയമാക്കി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആൽവിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.